ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അനുപമ വേണമെങ്കിൽ ചീരുവിനൊരു കൂട്ടായി കുറച്ചു ദിവസം ഇവിടെ നിൽക്കാമെന്ന് പറയുന്നുണ്ട്. ബെഡ് റെസ്റ്റ് വേണ്ടതുകൊണ്ട് എപ്പോഴും ഒരാള് അടുത്തുള്ളത് നല്ലതാ. എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? അനുപമ ഇവിടെ നിൽക്കുന്നതിലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ മാഷെ? മക്കളെ അങ്ങോട്ട് കൊണ്ടുപോയ സ്ഥിതിക്ക് ചീരുവിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വിനയൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അത് ശരിയാ. ഇനി എന്തായാലും ചീരുവിന്റെ ആരോഗ്യമൊക്കെ ഒന്ന് നേരെയായ ശേഷമേ വിനയൻ ജോലിയുടെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കൂ. ഞങ്ങളെല്ലാരും കൂടി ചീരുമോളെ നന്നായിട്ട് നോക്കിക്കോളാം പക്ഷേ അതിനുവേണ്ടി അനുപമ വെറുതെ ബുദ്ധിമുട്ടണ്ട. എന്റെ ബുദ്ധിമുട്ട് നോക്കണ്ടാങ്ങളെ, കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഞാനെന്തായാലും 2-3 ദിവസം കൂടി ചീരന്റെ കൂടെ നിൽക്കാൻ തയ്യാറായിട്ടാ വന്നിരിക്കുന്നത്. ചേച്ചിയോട് കുറച്ചു ദിവസം ഇവിടെ കൂടെ നിൽക്കാൻ പറഞ്ഞത് ഞാനാ. ആരോഗ്യം വീണ്ടെടുക്കുന്നത് വരെ അനുവിന്റെ വീട്ടിൽ തങ്ങാനായിരുന്നു ചീരുവിന്റെ തീരുമാനം. പിന്നെ ഞാനാ പറഞ്ഞത് വിനയന്റെ വീട്ടുകാർക്ക് അതൊരു പ്രയാസമാവുന്നു. അതേതായാലും നന്നായച്ചാ. ചീരു ഇവിടേക്ക് തിരിച്ചെത്തിയില്ലെങ്കിൽ ആളുകൾ പലതും പറയും. ഇപ്പൊ തന്നെ മക്കളെ തിരിച്ചു കൊണ്ടുപോയത് എന്താണെന്ന് അയൽക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി. അനു ചീരുവിന്റെ കൂടെ നിൽക്കട്ടെ അച്ഛാ. അതൊരു നല്ല തീരുമാനം തന്നെയാ. ചീരുവിന്റെ ആരോഗ്യവും മനസ്സൊക്കെ ഒന്ന് നേരെയാവാൻ അനുപമ കൂടെ ഉണ്ടാവുന്നത് വളരെ നല്ലതാ. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. അതുകൊണ്ട് അനു ഇവിടെ തന്നെ നിൽക്കട്ടെ. അല്ലതികെ അത് നിങ്ങളുടെ പോരായ്മ നികത്താൻ വേണ്ടിയിട്ടാണെന്നും തോന്നണ്ട. അയ്യോ, അങ്ങനെയൊന്നുമില്ല മാഷെ. ചീരുവിനും മക്കൾക്കും വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്യാറുണ്ട്. ഇനി ചെയ്യുകയും ചെയ്യും. പിന്നെ എനിക്ക് പോരായ്മയുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നത് എന്തിനാ? അങ്ങനെ ആയിരിക്കണം. അമ്മ അധികം കഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് കൂടി കരുതിയിട്ടോ അനുചേച്ചി ഞാനിവിടെ നിർത്തുന്നു. എന്നാ നീ മോള് പോയി കിടന്നു. അധികം നേരം ഇങ്ങനെ ഇരിക്കണ്ട. അച്ഛനിറങ്ങ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ വിഷുവിന് വിനയൻ ചീരുവിനെയും കുട്ടി പഞ്ചരത്നത്തിലേക്ക് എത്തണം. സാധാരണ ഓണത്തിനും വിഷുവിനും എല്ലാവരും കൂടെ ഒത്തുകൂടുന്നത് പതിവാണല്ലോ. ഞങ്ങൾ എന്തായാലും വന്നിരിക്കും. അപ്പോഴേക്ക് ചീരു ഓക്കെ ആവും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ശരി, നിന്റെ വിശ്വാസം പോലെ തന്നെ അവള് പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. എന്നാ പിന്നെ അച്ഛൻ ഇറങ്ങട്ടെ മക്കളെ. ലതികെ. ശരി അച്ഛാ. ചിരുമോളെ, അച്ഛന്റെ പൊന്നുമോള് നന്നായിട്ട് സൂക്ഷിക്കണം. അവനവന്റെ ആരോഗ്യ കാര്യത്തില് അവനവന് തന്നെയാണ് ശ്രദ്ധ വേണ്ടത്. അതെപ്പോഴും ഓർമ്മ വേണം കേട്ടോ. അപ്പൊ എല്ലാവരും പോട്ടെ. അനുമോളെ നോക്കിക്കൊള്ളാം. ശരി ആയിക്കോട്ടെ മാഷെ. അച്ഛനെ ഞാൻ ജംഗ്ഷൻ വരെ കൊണ്ടുവിടാ. വേണ്ട വിനയ, ഞാൻ പൊയ്ക്കോളാം. ലച്ചുമോളെ, എപ്പോ വന്നടാ? അമ്മ എന്തേ? ലച്ചുമോളുടെ ഫേവറേറ്റ് ചോക്ലേറ്റ് വിച്ചുമോന് വേണ്ടി വാങ്ങിച്ചതാ. നീ ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചല്ല. വിച്ചുമോൻ ഭാനുമയോടൊപ്പം മുറിയില്ല. മോളെ, പകുതി ചോക്ലേറ്റ് മോളുമോളുടെ അനിയനും കൂടെ കൊടുക്കണേ. ഒരു ചോക്ലേറ്റും കൂടി ഉണ്ട് ചേച്ചി. ഭാഗ്യത്തിന് ഞാൻ 2 വാങ്ങിച്ചു. ലച്ചു, ഇത് വിച്ചുമോനും ഉണ്ടേ കൊടുക്ക്. മോള് ഭാനുമയുടെ അടുത്ത് വയ്ക്കും. അല്ല, രഘുവേട്ടനും ചേച്ചി എപ്പോഴാ തിരിച്ചു വന്നേ? അത് അത്യാവശ്യമായിട്ട് ദാസങ്ങളിനെ കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു മഞ്ചാടി. കണ്ടിട്ട് ഉടനെ മടങ്ങി പോവാന്ന് വിചാരിച്ചതാ. അപ്പോഴാ ചീരു ഡിസ്ചാർജ് ആയപ്പോ അനുപമ അവളുടെ കൂടെ വിനയന്റെ വീട്ടിലേക്ക് പോയതറിഞ്ഞ. അപ്പൊ അനുശേച്ചി ഇന്ന് ഇങ്ങോട്ട് വരില്ലേ? ഇല്ല, ഇന്നൊരു ദിവസം ചീരുവിന്റെ കൂടെ അവൾ അവിടെ നിൽക്കുക അത്രേ. വന്ന സ്ഥിതിക്ക് അമ്മാവനെ കൂടെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു മഞ്ചാടി. ഞങ്ങളിനി നാളെ പോവുള്ളൂ. അപ്പോ ചീരു ചേച്ചിയുടെ 2 കുട്ടികളെ ആര് നോക്കും? സരോജിനി ആന്റിയോ? അതെ,
അവരവിടെയുള്ള ധൈര്യത്തിലായിരിക്കുമല്ലോ ചീരു 2 കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞത്. അവരവിടെ ഉണ്ടെന്ന് കരുതി ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യത്തിന് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. നിന്റെ ബർത്ത്ഡേ പ്ലാനൊക്കെ എന്താ മഞ്ചാടി? മറ്റന്നാളല്ലേ? എല്ലാരും പോണമെന്നില്ല. നീ നാളെ ഞങ്ങളോടൊപ്പം വന്നാ നമുക്ക് അവിടെ ആഘോഷിക്കാം. ആഘോഷിക്കാൻ പറ്റിയ സമയമാണല്ലോ. ആകാശം ഇടിഞ്ഞ് വീണാലും നിങ്ങളുടെ ആഘോഷങ്ങളല്ലേ നടക്കുള്ളൂ. രഘുവേട്ടാ, ഈ അമ്പിളി ചേച്ചിക്ക് എന്തു പറ്റി? നിങ്ങൾ പഞ്ചരത്നത്തിൽ നിന്ന് വഴക്കിട്ട് വന്നാണോ? ഏയ്, ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാ വന്നേ. നിന്റെ ചേച്ചിക്ക് ഒന്നിനും സ്വഭാവമല്ലേ, എപ്പോഴാ നിറം മാറുന്നേന്ന് അറിയില്ലല്ലോ. അത് ശരിയാ. ഞാനെന്തായാലും എന്റെ ബർത്ത്ഡേക്ക് പഞ്ചരത്നത്തിലേക്കില്ലേ രഘുവേട്ടാ. ഇത്തവണ ബർത്ത്ഡേ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം. അതെങ്ങനെ? ചീരു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ സ്ഥിതിക്ക് അമ്മാവൻ ഇവിടെ എന്തെങ്കിലും പ്ലാൻ ചെയ്യില്ലേ? അറിയില്ല, അച്ഛനോട് ചോദിക്കണം. അന്നെന്തായാലും കോളേജുണ്ട്, ക്ലാസ് മിസ് ചെയ്യാൻ പറ്റില്ല. എല്ലാ വർഷവും വീട്ടിലല്ലേ രഘുവേട്ട ആഘോഷിക്കുന്നേ. ഇത്തവണ ഒരു ചേഞ്ച് ഇരിക്കട്ടെ. കമ്പനിയിലെ പ്രശ്നത്തിന് ഒരു പരിഹാരം ആവുമല്ലോ എന്ന് കരുതിയാ ആ പണം എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അതിപ്പോ ഇങ്ങനെയായി. നിങ്ങൾ ഇൻഷുറൻസ് കമ്പനി പോയി അന്വേഷിച്ചോ? ഇല്ല ചാ, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. യഥാർത്ഥ നോമിനിക്കല്ല നഷ്ടപരിഹാരം പോയതെന്ന് ഇൻഷുറൻസ് കമ്പനിക്ക് പരാതി പോയി കാണണം. അങ്ങനെയാണെങ്കിൽ ദയക്കെതിരെ അന്വേഷണം വരാൻ സാധ്യതയുണ്ടല്ലോ ശബരി. അത് ഉറപ്പല്ലേ? ദയ കമ്പനി പോയി നോമിനിയുടെ സ്ഥാനത്ത് ഒപ്പിട്ട് കൊടുത്തുകൊണ്ടാണല്ലോ നഷ്ടപരിഹാരം ഇവരുടെ പേരിൽ പാസ്സായത്. പണം കൈപ്പറ്റിയില്ലെങ്കിലും ഇൻഷുറൻസ് കമ്പനിയെ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചതിന് കേസ് ഉണ്ടാവാതിരിക്കില്ലല്ലോ. കേസ് വന്നാലേ ദയ നന്ദുവിന്റെ ഭാര്യയായിരുന്നു എന്ന് തെളിയിക്കുന്നതാവും എളുപ്പം. രജിസ്റ്റർ മാരേജ് നടത്തിയതിന്റെ തെളിവൊക്കെ ഉണ്ടല്ലോ. ഒരു തെളിവുമില്ല, എല്ലാ അവന്മാരുണ്ടാക്കിയതാ. എന്റെ കഷ്ടകാലത്തിന് ഞാനൊന്ന് സൈൻ ചെയ്ത് പോയതാ എല്ലാ പ്രശ്നത്തിനും കാരണം. അങ്ങനെയാണെങ്കിലേ നിന്റെ മെന്റൽ ഹോസ്പിറ്റലിലെ സർട്ടിഫിക്കറ്റ് കാണിച്ച് ഊരിപ്പോരാൻ പറ്റുന്നതേ. ആ നിതിനും അവന്റെ ആൾക്കാരും മനോരോഗിയായ നിന്നെ ഭീഷണിപ്പെടുത്തി സൈൻ ചെയ്യിച്ചതാണെന്ന് അഡ്വക്കേറ്റ് കോടതിയിൽ അങ്ങ് തെളിയിച്ചോളും. അല്ലേ വാസുന്തി? പിന്നെ എന്ത് വേണോന്നേ ഞങ്ങൾ ആലോചിച്ച് ചെയ്തോളാം. ധനേട്ടൻ ഈ കാര്യത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കണമെന്നില്ല. അതെ, നീ പോയി നിന്റെ പണി നോക്കുന്നതാനാ. ചൊറിയാൻ കിട്ടുന്നിടത്തൊക്കെ പോയി ചൊറിഞ്ഞാൽ ഭാര്യയും ഭർത്താവേ അതിനെ വേറെ സ്ഥലം പോയി നോക്കേണ്ടി വരും. പറഞ്ഞേക്കാം. കാര്യങ്ങൾ ഇത്രത്തോളം ആയില്ലേ, ഇനി വരുന്നോടത്ത് വെച്ച് കാണാം. പണം കിട്ടാതെ നിന്റെ വിഷുക്കച്ചവടം എന്താവും? അതൊരു പ്രശ്നം തന്നെയാച്ചാ. അല്ല, എന്റെ കയ്യിലും ദയയുടെ കയ്യിലുള്ള കുറച്ച് സ്വർണം പണയം വെച്ചാ തൽക്കാലത്തെ കാര്യങ്ങൾ നടക്കൂ ശബരി. ഏയ്, അതുകൊണ്ടൊന്നും ആവില്ല ഏട്ടത്തി. 20 ലക്ഷം രൂപയാ കമ്പനിയിൽ നിന്ന് എടുത്തിരിക്കുന്നത്. അത്രയും പണം ഇറക്കിയാലേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളൂ. കാശ് കയ്യിൽ വന്നപ്പോ വലിയ ആദർശം പറഞ്ഞ് എടുക്കാതെ വെച്ചു. ഇപ്പോ നല്ല ബുദ്ധി തോന്നിയപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോവുകയും ചെയ്തു. ചിലരെയൊക്കെ കമ്പനിയിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നത് കണ്ടപ്പോഴേ തോന്നി ആ കമ്പനിക്ക് ഒട്ടനെ ഒരു പൂട്ട് വീഴുമെന്ന്. ഒരു പൂട്ടും വീഴാൻ പോകുന്നില്ല. ഈ വീട് പണയപ്പെടുത്തിയിട്ടായാലും ശബരി ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ശബരി, നീ ഏതെങ്കിലും ബാങ്കുമായി സംസാരിച്ച് വീടിന്റെ പ്രമാണം വെച്ച് പണം വാങ്ങാൻ നോക്ക്. ഞാനത് ഇപ്പൊ തന്നെ എടുത്തു വെച്ചേക്കാം. അച്ഛാ,